ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. 2.5 ഇഞ്ച് വീതിയും 11 ഇഞ്ച് നീളവുമുള്ള ഒരു പീസ് സാറ്റിൻ ഫാബ്രിക് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടാതെ മറ്റൊരു പീസ് ഫാബ്രിക് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനോടൊപ്പം തന്നെ 2 ഇഞ്ച് വീതിയുള്ള ഒരു ബോട്ടിലിൻ്റെ അടപ്പില്ലേ, മൂടി, അതുകൂടി എടുത്തിട്ടുണ്ട്. 2 ഇഞ്ചാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള മൂടിയുടെ വീതി. ആദ്യമേ തന്നെ ഈ ഒരു പീസ് ഫാബ്രിക് എടുത്ത് അതിനൊന്ന് നടുമടക്കി അതിൻ്റെ മുകൾ വശത്തായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അടപ്പ് വെച്ച് ആ അടുപ്പിന് ചുറ്റിലൂടെ കറക്റ്റ് അതേ അളവിൽ റൗണ്ട് ഷേപ്പിൽ ഒന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു റൗണ്ട് ഷേപ്പിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു പീസ് ആവശ്യമുണ്ടോ അത്രത്തോളം കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി 2 പീസ് ഫാബ്രിക് മാത്രമേ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഒരു മെഴുകുതിരി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ മെഴുകുതിരിയുടെ സഹായത്തോടു കൂടി നമുക്ക് ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഷേപ്പിൻ്റെ അരികുവശത്തിലൂടെ ജസ്റ്റ് ആ ഒരു ചൂട് തട്ടിച്ചിട്ട് നമ്മളിതിൻ്റെ അരികുവശം ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് ചുറ്റിലും നമ്മുടെ ആ നൂല് വലിഞ്ഞു പോകുന്ന ഭാഗത്തിലൂടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മളിവിടെ ഫാബ്രിക് ഫ്ലവറും അതിനോടൊപ്പം തന്നെ ലീവ്സുമാണ് ചെയ്തെടുക്കുന്നത്. അതിനു വേണ്ടിയാണ് ഈ ഫാബ്രിക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ലീവ്സ് വേണം, ഫ്ലവർ വേണം എന്നുള്ളതിനനുസരിച്ച് ഇതുപോലെ ഫാബ്രിക് പീസ് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് നമുക്ക് അടുത്ത പീസും തയ്യാറാക്കിയെടുക്കണം. ഓക്കെ, ആ റൗണ്ട് ഷേപ്പിലുള്ള 2 പീസ് ഞാനൊന്ന് ഉരുക്കിയെടുത്തു. അതേ രീതിക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചതുരത്തിലുള്ള പീസ് ഫാബ്രിക് കൂടി ഇതുപോലെ അരികുവശങ്ങൾ ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വീതി കൂടുതലുള്ള സാറ്റിൻ റിബണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇതേ രീതിക്ക് തന്നെ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ ഒത്തിരി ഫാബ്രിക് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മളിവിടെ ഒന്ന് തയ്യാറാക്കിയെടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഫാബ്രിക് പീസിൻ്റെ നല്ല വശം പുറമേക്ക് വരുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് നടുമടക്കിയെടുക്കാം. ശേഷം ഇതിൻ്റെ അരികു വശത്ത് നിന്നും ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ചോളം ഇതുപോലെ ഒന്ന് ചെരിച്ച് മടക്കിയെടുക്കാം. കറക്റ്റ് ഒന്ന് വീഡിയോ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ശേഷം ഇതുപോലെ ഇതിൻ്റെ അരികു വശം നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, തുടക്ക ഭാഗത്ത് നമ്മൾ മടക്കിയെടുക്കുകയല്ല, ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത്. ശേഷം ആ ഒരു ഭാഗം ഒരു നീഡിലിൻ്റെ സഹായത്തോടു കൂടി ഒന്ന് കോർത്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ത്രെഡ് കോർത്തെടുത്തു. ശേഷം നമ്മുടെ ഫാബ്രിക് പീസിൻ്റെ ഈ മുകൾ വശത്തേക്കായിട്ട് എക്സ്ട്രാ കിടക്കുന്ന ഭാഗത്തെ പിറകു വശത്തേക്കായിട്ട് മടക്കി ഇതുപോലെ വെച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. നമ്മൾ ഒരു കൈ കൊണ്ട് ഈ ഒരു ഭാഗത്തെ ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത്, അതായത് ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ എക്സ്ട്രാ വരുന്ന പീസ് ഫാബ്രിക്കിനെ അതിൻ്റെ പിറകുവശത്തേക്കായിട്ട് മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കാണിക്കാം. നമ്മൾ ആദ്യമേ തന്നെ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഉരുട്ടിയെടുത്തു. ശേഷം അതിൻ്റെ മുകൾ വശത്തേക്കായിട്ട് വരുന്ന എക്സ്ട്രാ പീസ് ഫാബ്രിക്കിനെ നമ്മൾ പിറകിലേക്കായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു മൊട്ട് പോലെയുള്ള ഭാഗം ഉണ്ടല്ലോ, അതിനെ ഒന്ന് ചുറ്റിച്ച് എടുക്കുകയും കൂടി ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഭംഗിയുള്ളൊരു റോസാപ്പൂവിൻ്റെ ഷേപ്പിൽ നമ്മുടെ ഫാബ്രിക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. കണ്ടില്ലേ? അപ്പോൾ ആദ്യമായിട്ടൊക്കെയാണ് ട്രൈ ചെയ്യണത് എന്നുണ്ടെങ്കിൽ കറക്റ്റ് പെർഫെക്റ്റ് ആയി തന്നെ കിട്ടണം എന്നൊന്നുമില്ല. നിങ്ങളൊരു 3-4 തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നല്ല ഭംഗിയുള്ള റോസാപ്പൂക്കൾ നിങ്ങൾക്കും ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ കറക്റ്റ് ലെവലിലൊന്ന് വെച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ താഴ്വശത്ത് നന്നായി തന്നെ ഒന്ന് നീഡിലിൻ്റെ സഹായത്തോടു കൂടി തുന്നി എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇളകിപ്പോരും. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് ഞാനിവിടെ നന്നായി തന്നെ ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫാബ്രിക് പീസിൻ്റെ അവസാന ഭാഗം വരെ ഈ ഒരു രീതിക്ക് തന്നെ നമ്മൾ ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗം നന്നായി തന്നെ ഒന്ന് തുന്നി ലോക്ക് ചെയ്ത് എടുക്കുകയും കൂടി ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലവർ പെട്ടെന്നൊന്നും അഴിഞ്ഞു പോരത്തൊന്നുമില്ല. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നന്നായി തന്നെ നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ താഴ്വശം തുന്നിയെടുക്കണം. അപ്പോൾ നമ്മൾ തുന്നുന്ന ആ ഒരു ത്രെഡൊന്നും പുറമേക്ക് കാണാൻ പാടില്ല കേട്ടോ. ശേഷം ഈ ഒരു എക്സ്ട്രാ പീസ് ഫാബ്രിക്കിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമ്മുടെ ത്രെഡ് അതിൻ്റെ അകത്ത് വിട്ടുപോകാൻ പാടില്ല. ആ ഒരു കാര്യം കൂടി തുന്നിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ശേഷം ആ ഒരു ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഭാഗം ഒന്ന് നന്നായി തീ വെച്ചിട്ട് ഉരുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഈ ഒരു രീതിക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഫ്ലവർ ആവശ്യമുണ്ടോ അത്രത്തോളം ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ലീവ്സ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റൗണ്ട് ഷേപ്പിലുള്ള ഫാബ്രിക് എടുക്കുക. എന്നിട്ട് നല്ല വശത്തേക്കായിട്ട് ഇരുവശത്തു നിന്നും ഇതുപോലെ ഒന്ന് ചെരിച്ച് മടക്കിയെടുക്കുക. അതിന് വീണ്ടും ഒന്ന് ഇതുപോലെ മടക്കിയെടുക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ
താഴ്വശം ഇതുപോലൊരു കോൺ ഷേപ്പിൽ കിട്ടണം. അവിടെ നിന്നും ഒരല്പം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു ഭാഗം നന്നായി തന്നെ ഒന്ന് ചൂട് വെച്ചിട്ട് ഉരുക്കി ആ ഒരു ഭാഗം ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. അപ്പോൾ കൈ പൊള്ളാതെ കറക്റ്റ് നോക്കിയിട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള ഒരു ഇലയുടെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ കൈ പൊള്ളാതെ കറക്റ്റ് നോക്കി ചെയ്യുക. ഇതുപോലെയുള്ള ടൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ, കൈയൊന്നും പൊള്ളാതെ ചെയ്തെടുക്കാൻ. ഇപ്പം അതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഞാൻ ആ ടൂൾ ഇല്ലാതെ ചെയ്ത് കാണിച്ചത്. ഓക്കെ, ഇതേ രീതിയിൽ അടുത്തതും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അടുത്ത ഫാബ്രിക് പീസ് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ ഇരുവശങ്ങളിൽ നിന്നും അരികുവശത്ത് നിന്ന് ഒരല്പം താഴ്ത്തി ഇതുപോലെ ഒന്ന് അകത്തേക്കായിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് നടുമടക്കി പിടിച്ചെടുക്കുക. നിങ്ങൾക്ക് കറക്റ്റ് വീഡിയോ കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ശേഷം അരികുവശത്തേക്കായിട്ട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു കോണായിട്ടുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നന്നായി തന്നെ ഒന്ന് ചൂട് വെച്ച് ഉരുക്കി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള ഇലകൾ കിട്ടിയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ എത്രത്തോളം ഇലകളും പൂക്കളൊക്കെ നിങ്ങൾക്ക് വേണമോ അത്രത്തോളം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു ഫ്രോക്കിൻ്റെ മുകൾ വശത്ത് വെച്ചെടുക്കാൻ വേണ്ടിയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ മുകൾ വശത്തായിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഫ്ലവേഴ്സ് ഒന്ന് വെച്ചെടുക്കണം. അപ്പോൾ അതിനു മുമ്പേ ഞാൻ നെക്കിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് ഫ്ലവർ വെച്ചെടുക്കുന്നത് കേട്ടോ. ആ ഒരു ഭാഗത്തായിട്ട് കട്ടിയുള്ള എന്തെങ്കിലും പേപ്പറോ പുസ്തകമോ മറ്റോ വെച്ചെടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. ആ ഒരു പശ അടുത്ത ഭാഗത്തേക്ക് കൂടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ ഒരു രീതിക്ക് ചെയ്യുന്നത്. ഇവിടെ ചെസ്റ്റ് പോർഷനിലായിട്ട് ഒരു ഭാഗത്തേക്കായിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിനനുസരിച്ചിട്ട് ഫ്ലവറും ലീവ്സൊക്കെ വെച്ചെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വേസ്റ്റ് ഭാഗത്തായിട്ട് വെക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് ഈ ഒരു രീതിക്കും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എന്തായാലും ചെസ്റ്റ് ഭാഗത്താണ് വെച്ചെടുക്കുന്നത്. അത് നന്നായി തന്നെ ഒന്ന് ഗ്ലൂ ഗണ്ണിൻ്റെ സഹായത്തോടു കൂടി ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂ നന്നായി തന്നെ ചൂടായിട്ടുണ്ടാവണം. കൂടാതെ നന്നായി തന്നെ ഗ്ലൂ തേച്ച് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. ഒരല്പം ഗ്ലൂവിലൊക്കെയാണ് ഫ്ലവർ വെച്ചെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മളിവിടെ ഗ്ലൂ തേച്ച് പിടിപ്പിക്കുക. ശേഷം അതിൻ്റെ മുകൾ വശത്ത് നമ്മുടെ ലീവ്സും ഫ്ലവേഴ്സൊക്കെ കറക്റ്റ് ചെയ്തൊരു ഷേപ്പിലാണ് വേണ്ടത്. ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് വെച്ചെടുക്കാവുന്നതാണ്. ഇത് ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടുന്നതായിരിക്കും. എന്നാലും കുറച്ച് സമയം ആ ഒരു രീതിക്ക് തന്നെ വെച്ചെടുക്കുന്നത് തന്നെയായിരിക്കും നന്നാവുക. ഇനിയിപ്പോൾ ഗ്ലൂ ഗൺ ഇല്ലാത്തവർ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് സൂചിയും നൂലും വെച്ചിട്ട് കൈകൊണ്ട് തുന്നിയെടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇതുപോലെ നന്നായി തന്നെ ഇവിടെ സ്റ്റിക്കായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രീതിക്ക് തന്നെ ഒട്ടി കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് ഓവർ പീസ് ഫാബ്രിക് കൊണ്ട് തന്നെ നമുക്കിതുപോലെ എളുപ്പത്തിൽ ലീവ്സും ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫ്രോക്കിൽ. അപ്പോൾ അതിൻ്റെ ലുക്ക് തന്നെ വേറെ ലെവലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ നമ്മൾ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഫ്രണ്ട് പോർഷൻ ഈ ഒരു രീതിക്കാണ്. പിറകിൽ നമ്മൾ കണ്ടില്ലേ ഇതുപോലെ നല്ല ഭംഗിയുള്ള നെക്കും അതുപോലെ വലിയൊരു ബോ ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.